ഫുഡ് അലർജി എന്താണെന്നും എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ് ഫുഡ് ഇൻടോളറൻസ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഫുഡ് ഇൻടോളറൻസ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ നമ്മളുടെ ശരീരത്തിന് കഴിയാതെ വരുമ്പോൾ ആ ഭക്ഷണത്തിനെ എങ്ങനെയെങ്കിലും എലിമിനേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് സാധാരണയായിട്ട് ഫുഡ് ഇൻടോളറൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഇതൊരു അലർജിക് റിയാക്ഷൻ അല്ല, അല്ലെങ്കിൽ നമ്മളുടെ പ്രതിരോധ ശക്തി ഇതിനെതിരെ പ്രവർത്തിക്കുന്നത് കൊണ്ടല്ല നമുക്കിവിടെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഗ്യാസ് ഫോം ചെയ്യുക, വയറ് വീർത്ത് കിട്ടുക, വയറ് വേദന ഉണ്ടാവുക, ഛർദ്ദിക്കാൻ വരിക, അല്ലെങ്കിൽ വയറ്റിളക്കം പോലെയുള്ള ബുദ്ധിമുട്ടുകളോടൊപ്പം തന്നെ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടുക, അതുപോലെ സ്കിന്നിൽ ചിലപ്പോഴൊക്കെ റാഷ് അപ്പിയർ ചെയ്യാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സാധാരണയായിട്ട് ഇപ്പം ആ ഒരു ഭക്ഷണം ദഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു എൻസൈം, ഫോർ എക്സാമ്പിൾ നമ്മൾ പാലിന് വേണ്ടിയിട്ട് ദഹിപ്പിക്കാനാണെങ്കിൽ ലാക്ടേസ് പോലെയുള്ള എൻസൈമിൻ്റെ ഡെഫിഷ്യൻസീസ് ആണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ കോസ് ചെയ്യുന്നത്. ഫുഡ് അലർജി ആണോ ഫുഡ് ഇൻടോളറൻസ് ആണോ കൂടുതൽ പ്രശ്നക്കാരെന്ന് ചോദിച്ചാൽ ഫുഡ് അലർജി തന്നെയാണ്. കാരണം ഫുഡ് ഇൻടോളറൻസ് ഉള്ള ഒരാൾക്കും ചെറിയ തോതിലും ആ ഭക്ഷണം കഴിച്ചാലും ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. എന്നാൽ ഫുഡ് അലർജി ഉള്ള ഒരാൾക്ക് ആ അലർജിക് ആയിട്ടുള്ള ഭക്ഷണം ചെറിയ തോതിൽ എടുത്താൽ പോലും ചിലപ്പോൾ കാര്യമായിട്ടുള്ളൊരു ഇമ്മ്യൂൺ റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു മരണകാരണം വരെ ആയേക്കാവുന്ന ഒരു അനാഫൈലാക്സിസ് പോലുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്ന കേസുകളുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷണങ്ങൾ എന്താണെന്നും ഏത് ഭക്ഷണം കഴിച്ചാലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നും കറക്റ്റായിട്ട് തിരിച്ചറിഞ്ഞ് അതുപോലെ ഭക്ഷണം ക്രമീകരിക്കുകയും വേണ്ട ചികിത്സ എടുക്കുകയും ചെയ്യുക.